ഹലോ ഫ്രണ്ട്സ്, ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കേടുള്ള പണിയാണ്. അപ്പോൾ നമ്മുടെ വീടും അതുപോലെ തന്നെ ടോയ്ലറ്റ്, ബാത്റൂം ഇതൊക്കെ നല്ല ഹോട്ടലിലെ പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി മാത്രം മതി. 5 മിനിറ്റ് കൊണ്ട് തന്നെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോ കാണുന്ന കൂട്ടത്തിൽ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ആദ്യത്തേത്, ഇപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് തുണി വേണേലും എടുക്കാവുന്നതാണ്. അപ്പോൾ ആ തുണി ഞാൻ നിവർത്തി ഒന്ന് ഇടുന്നുണ്ട്. പിന്നീട് ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ പെൻസിലും എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഇതുപോലൊന്ന് നീളത്തിലൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വരയ്ക്കുന്നുണ്ട് ഒരു 40 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് അത് വരച്ചേക്കുന്നത്. അതേപോലെ അതിൻ്റെ 4 സൈഡിലും ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്കിത് എത്ര വലുപ്പത്തിൽ വേണോ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ എടുത്ത തുണി മാക്സിമം അതുപോലെ വരത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ തുണിയാണെങ്കിലും അതനുസരിച്ച് വരച്ചു കൊടുത്താൽ മതി. ഇപ്പം 4 സൈഡ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ ഒരു സ്ക്വയർ പോലാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ സ്കെയിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വരച്ച അതിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ അകലത്തിലാണ് എല്ലാം വരച്ച് ഇങ്ങനെ കൊടുക്കുന്നത്. 4 സെൻറ്റിമീറ്റർ അകലത്തിലൊന്ന് വരച്ചു. പിന്നെ 4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 സൈഡിൽ നമ്മൾ ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഒരേ വലുപ്പത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കണ്ടാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ. ഒരു തുണി പോലും പഴയ തുണികളൊന്നുപോലും കളയത്തില്ല. നമുക്ക് ഇതുപോലുള്ള തുണികളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട് രാജകീയമായി തന്നെ അലങ്കരിച്ചെടുക്കാം. അതുപോലെ നല്ലൊരു കിടിലൊരു ഐഡിയ ആണ് ഇത്. വീടൊക്കെ അലങ്കരിക്കാൻ മാത്രമല്ല, അല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഞാൻ പുറകാലെ പറയുന്നതാണ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം ഞാൻ ഓരോ സൈഡും ഇവിടെ സ്കെയിൽ വെച്ച് 4 സെൻറ്റിമീറ്റർ അകലത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണിത്. ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണിത്. അപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം ഞാനിവിടെ കാണിക്കുന്ന ഒരു പാറ്റേൺ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേണൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പാറ്റേൺ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 4 സൈഡും നമ്മൾ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സ്കെയിൽ വെച്ചിട്ട് ആ മാർക്ക് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് മാർക്ക് ചെയ്തെടുത്തോട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് വരച്ചു. അതേപോലെ അതിൻ്റെ ബാക്കി വരയ്ക്കാനുള്ള സൈഡിലൂടെ ഇതേപോലെ നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ക്രോസ് ആയിട്ട് അവിടെ വര വരും. കണ്ട, ഇങ്ങനെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെ ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് വര വീഴുവാണ്. ഇങ്ങനെ ഇപ്പോൾ എല്ലാം വരച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വരച്ചെടുക്കുന്ന ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കത് കിട്ടിയത്. ഇനി ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു സൈഡിലുള്ള ഒരു ബോക്സ്, സ്ക്വയർ ബോക്സ് എടുത്തിട്ട് അതിലൊന്ന് ക്രോസ് ആയിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ക്രോസ് ആയിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ സ്ക്വയർ ബോക്സിൽ ക്രോസ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇനി അടുത്തതാണെങ്കിൽ നമ്മൾ ക്രോസ് ആയിട്ട് വരയ്ക്കുന്നില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്വയർ ബോക്സ് മൂന്നാമത്തേത്, തേർഡ് വൺ. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് വരയ്ക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 5ാമത്തെ സ്ക്വയർ ബോക്സ് അവിടെ അപ്പോൾ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരച്ചു കൊടുക്കുന്ന ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാമേ. അപ്പോൾ ഞാനിപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് അതിൽ വരച്ചെടുക്കുന്നത്. ഇനി അങ്ങനെ നമുക്ക് ഇതെല്ലാം വരച്ചെടുക്കണം. നമ്മളിപ്പം വരച്ച് വെച്ചിരിക്കുന്ന സ്ക്വയർ ബോക്സ് എല്ലാം ഇതേപോലെ നമുക്ക് വരച്ചെടുക്കണം. വളരെ ഈസിയും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം വീടൊക്കെ ഒന്ന് അലങ്കരിച്ചെടുക്കണമെന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഏത് രീതിയിൽ വേണേലും ഈ ഒരു പാറ്റേൺ അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് അലങ്കരിച്ചെടുക്കാവുന്നതാണ്.
വീട് അലങ്കരിക്കാൻ മാത്രമല്ല, കൊച്ചു കുട്ടികളുടെ ഉടുപ്പയിൽ നമുക്ക് ഈ പാറ്റേൺ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ബ്രൈഡൽ ഗൗണൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് ഈ ടൈപ്പ് പാറ്റേൺ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇത്. ഇപ്പം നമ്മൾ വരച്ചെടുത്ത ആ സ്ക്വയർ ബോക്സിലെല്ലാം നമ്മൾ ക്രോസ് ഇട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു സൂചി നൂലും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു സ്ക്വയർ ബോക്സില്ലേ, അപ്പോൾ നമ്മൾ ക്രോസ് ഇട്ട സ്ക്വയർ ബോക്സിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളൊന്ന് കുത്തിയെടുത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ തുണിയിൽ ഒന്ന് മുന്നോട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഫുൾ ലെന്തിൽ ആ ഒരു സ്ക്വയർ ബോക്സിൻ്റെ ഫുൾ ലെന്തിൽ ഒന്ന് തയ്ച്ചെടുക്കുന്നു. പിന്നെയും അടുത്തതിലോട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുത്തിട്ട് പിന്നെ അടുത്ത സൈഡ് ഇതേപോലെ നീളത്തിൽ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതിലോട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഫുൾ ലെന്തിൽ ആ നൂല് കവർ ചെയ്തെടുത്ത് പിന്നെ അടുത്തതിലോട്ട് പോകുമ്പോൾ ചെറിയ രീതിയിലൊന്ന് നമുക്ക് തയ്ച്ചെടുക്കണം. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ 4 സൈഡ് ഈ രീതിയിൽ തന്നെയാണ് തയ്ച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ആ 4 സൈഡും ഈ രീതിയിലൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നൂല് സിംഗിൾ ലൈനിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഡബിളായിട്ട് ഇട്ടല്ല എടുത്തേക്കുന്നത്, ഒരു സിംഗിൾ ലൈനായിട്ട് മാത്രമേ നമ്മൾ ആ നൂല് എടുത്തിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ 4 സൈഡും തയ്ച്ചെടുത്തിട്ട് പിന്നെ ആ ഒരു നൂലിൻ്റെ നീളത്തിലുള്ള നൂല് ഉണ്ടല്ലോ, ആ നൂലെ പിടിച്ച് നമുക്കൊന്ന് അത് ടൈറ്റ് ആക്കണം. ഒന്ന് പിടിച്ച് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് വലിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വലിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ടൈറ്റായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നല്ലൊരു പാറ്റേൺ ഉണ്ടായി വരുവാണ് ചെയ്യുന്നത്. നമ്മൾ ആ നൂലെ പിടിച്ച് വലിക്കുമ്പോൾ അതെല്ലാം അവിടെ ഒന്ന് ടൈറ്റായി വന്നു, അവിടെ ഒരു പാറ്റേൺ ഉണ്ടായി വന്നു. അത് കഴിഞ്ഞിട്ട് ആ നടുക്കോട്ട് കൂടി വന്ന് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ സൈഡ് വൈസ് നമുക്ക് അതെല്ലാം അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം, അല്ലാതെ അത് വിട്ടുപോകുമല്ലോ. അതുകൊണ്ട് അതെല്ലാം അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പുറത്തോട്ട് അടിയിലോട്ട് എടുത്തിട്ട് സൂചി എടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ നൂലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ സ്ക്വയർ ബോക്സും നമുക്ക് ക്രോസ് ഇട്ട് വെച്ചിരിക്കുന്ന സ്ക്വയർ ബോക്സും നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ അവിടെ നല്ലൊരു പാറ്റേൺ ഉണ്ടായി വരും. ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ ഈ രീതിയിൽ ചെയ്യുമ്പം കിട്ടുന്നത്. തയ്ച്ചെടുക്കാൻ നല്ലൊരു സമയം എടുക്കുമെങ്കിൽ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫൈങ് റിസൾട്ടാണ് ഇത് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. നല്ലൊരു ഡിസൈനാണ്, ഒരു പാറ്റേണാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ ക്രോസ് ഇട്ട സ്ക്വയർ ബോക്സും ഈ തയ്ച്ചെടുക്കുന്നുണ്ട്. നമുക്ക് തയ്ച്ച് കിട്ടുന്നത് കണ്ടില്ല, നല്ല ഭംഗിയില്ല ഇതിങ്ങനെ തയ്ച്ച് കിടക്കുന്നത് കാണുമ്പോൾ. നമുക്ക് കുട്ടികളുടെ ഉടുപ്പിനൊക്കെ നമുക്ക് ഈ ഒരു പാറ്റേൺ തയ്ച്ച് വെക്കാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിക്ക് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഐഡിയ തന്നെയാണ്, സ്റ്റിച്ചിങ് ടിപ്പ് തന്നെയാണിത്. അതുപോലെ നമുക്ക് സോഫ സെറ്റൊക്കെ ചെറിയ ചെറിയ കുഷ്യൻ വെച്ച് അലങ്കരിക്കുന്നതിന് ഇതുപോലെ ഉള്ള കവറുകൾ തയ്ച്ചിടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ തയ്ച്ചിടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് അലങ്കരിച്ചെടുക്കാം. കുഷ്യനൊക്കെ അലങ്കരിച്ചെടുക്കാം. കുഷ്യന് അതുപോലെ തന്നെ മാറ്റ് ഒക്കെ നമുക്ക് ഈ രീതിയിൽ തയ്ച്ചെടുക്കാവുന്നതാണ്. സ്റ്റിച്ചിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു ഹോബി കൂടിയാണിത്. അതുപോലെ വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് വെക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ കുഷ്യൻ്റെയൊക്കെ പാറ്റേണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ കൂടിയാണിത്. അതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കാണെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ഐഡിയ കൂടിയാണിത്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അടുത്ത രണ്ടാമത്തേത് ഇതുപോലൊരു പൊടി മതി. നമുക്ക് വീട്, ടോയ്ലറ്റ്, ബാത്റൂം ഒക്കെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ആദ്യം ഉരച്ച് കഴുകാൻ ഹോട്ടലിലൊക്കെ വെട്ടിത്തിളങ്ങത്തില്ല, അതേപോലെ തന്നെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്, എത്ര വർഷം പഴക്കമുള്ള സ്റ്റെയിനാണ് എപ്പോഴും നമുക്ക് അത് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. ഇതുപോലൊരു പൊടി മാത്രം മതി. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 5-6 കോഴിമുട്ടയുടെ തോടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചതാണ്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയ ഒരു മെയിൻ ഐറ്റം ഇതുപോലെ ഡിഷ് വാഷിംഗ് ടാവൽറ്റാണ് വേണ്ടിയത്.
അപ്പോൾ അതിൻ്റെ ഔട്ടർ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാനായതുകൊണ്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഡിഷ് വാഷിംഗ് ടാബ്ലറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് 2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മാസങ്ങളോളം ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് എത്ര പഴകം ചെന്ന സ്റ്റെയിൻ ആണെങ്കിലും കളയാൻ പറ്റുന്നതാണ്. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടും. മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് കഴുകി കാണിക്കുന്നതാണ്. നല്ല രീതിയിൽ തന്നെ അത് തിളങ്ങുന്നുണ്ട്, വെട്ടിത്തിളങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകിയെടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത പൊടി ആ വാഷ് ബേസിനോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ടോയ്ലറ്റിലോട്ടും നമ്മൾ പൊടിച്ചെടുത്ത പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫേസിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് പൊടി ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഉരച്ച് അവിടെ എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ആ പൊടിയൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് അങ്ങനെ ഒന്ന് ഇട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ടോയ്ലറ്റിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയെല്ലാം ഒന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ നമുക്ക് അതുപോലെ ഒന്ന് ഇട്ടേക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഫ്ലോറിൽ തറയിലൊക്കെ ആണെങ്കിലും ആ പൊടിച്ചെടുത്ത പൊടി ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനി തറയിൽ ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ആ പൊടി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വാഷ് ബേസിനൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ അത് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിലൊക്കെ ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ച് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് ഞാൻ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് കഴുകുന്നേ ഉള്ളൂ. നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുത്ത ഡിഷ് വാഷിംഗ് ടാബ്ലറ്റിൽ. വളരെ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ സ്റ്റെയിനും എല്ലാം മാറി കിട്ടും. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീൻ ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ ബെല്ലൈക്കൺ എന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ.